എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിൽ സർവ്വരോഗ നിവാരണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേപ്പിന്റെ സത്തുകളടങ്ങിയ ഔഷധ എണ്ണയാണ് വേപ്പെണ്ണ. ആര്യവേപ്പിന്റെ കായ്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ എണ്ണ കൈപ്പേറിയ രുചിയും രൂക്ഷമായ ഗന്ധവുമുള്ളതാണ്. പുരാതന കാലം മുതലേ ചർമ്മരോഗങ്ങൾക്കും മുടിയുടെ സംരക്ഷണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന ഒന്നാണിത്. ഇതിന് ശക്തമായ അണുനാശിനി ഗുണങ്ങളുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ എന്നിവയ്ക്കെതിരെ പോരാടാൻ വേപ്പെണ്ണയ്ക്ക് അസാധാരണമായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സോറിയാസിസ്, എക്സിമ, മുഖക്കുരു തുടങ്ങിയ കഠിനമായ ചർമ്മപ്രശ്നങ്ങൾക്ക് വേപ്പെണ്ണ നിർദ്ദേശിക്കാറുണ്ട്. കൂടാതെ ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ വിഷമില്ലാത്ത ഏറ്റവും നല്ല കീടനാശിനിയും വേപ്പെണ്ണ തന്നെയാണ്. വേപ്പെണ്ണയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഇത് ഉപയോഗിക്കേണ്ട രീതിയെപ്പറ്റിയും നോക്കാം. വേപ്പെണ്ണയിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഇത് മുഖത്തെ അധികമായ എണ്ണമയം കുറയ്ക്കാനും മുഖക്കുരു മൂലമുണ്ടാകുന്ന വീക്കവും ചുവപ്പും മാറ്റാനും സഹായിക്കും. സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾ മൂലമുണ്ടാകുന്ന അസഹനീയമായ ചൊറിച്ചിലും തടുപ്പും കുറയ്ക്കാൻ വേപ്പെണ്ണയ്ക്ക് സാധിക്കും. ഇത് ചർമ്മത്തിലെ അണുബാധകളെ ഇല്ലാതാക്കി കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. മുടിയിലെ താരൻ മാറാൻ വേപ്പെണ്ണയോളം ഫലപ്രദമായ മറ്റൊരു ഔഷധമില്ല. ഇത് തലയോട്ടിയിലെ ഫംഗസ് അണുബാധകൾ തടയുകയും മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും ചെയ്യുന്നു. തലയിലെ പേൻ ശല്യം ഒഴിവാക്കാനും ഇത് ഉത്തമമാണ്. ചെറിയ മുറിവുകൾ, ചതവുകൾ, പൂപ്പൽ അണുബാധകൾ എന്നിവ വേഗത്തിൽ ഉണങ്ങാൻ വേപ്പെണ്ണ സഹായിക്കും. ഇത് മുറിവുകളിൽ അണുബാധ ഉണ്ടാക്കുന്നത് തടയുകയും ചെയ്യുന്നു. ശരീരത്തിൽ വേപ്പെണ്ണ പുരട്ടുന്നത് കൊതുകുകളെയും മറ്റ് പ്രാണികളെയും അകറ്റി നിർത്താൻ സഹായിക്കും. വീട്ടിലെ കൊതുക് ശല്യം കുറയ്ക്കാൻ വേപ്പെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നതും നല്ലതാണ്. ഒരു തുള്ളി വേപ്പെണ്ണയിൽ അല്പം വെളിച്ചെണ്ണയോ തേനോ ചേർത്ത് മുഖക്കുരുവുള്ള ഭാഗത്ത് മാത്രം പുരട്ടുക. രാത്രി മുഴുവൻ വെച്ച ശേഷം രാവിലെ കഴുകിക്കളയാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് വെളിച്ചെണ്ണയിൽ ഏതാനും തുള്ളി വേപ്പെണ്ണ ചേർത്ത് തലയോട്ടിയിൽ മസാജ് ചെയ്യുക. ഇത് താരൻ പൂർണ്ണമായി മാറാൻ സഹായിക്കും. വേപ്പെണ്ണ തലയിൽ നന്നായി തേച്ചു പിടിപ്പിച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ചീപ്പ് ഉപയോഗിച്ച് ചീകുക. ഇത് പേനുകളെയും ഈരുകളെയും നശിപ്പിക്കാൻ സഹായിക്കും. വിരലുകൾക്കിടയിലെ ചൊറിച്ചിലും പൂപ്പലും മാറാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വേപ്പെണ്ണ പുരട്ടുന്നത് വളരെ ഗുണകരമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വേപ്പെണ്ണയും അല്പം സോപ്പ് ലായനിയും ചേർത്ത് ചെടികളിൽ തളിക്കുന്നത് കീടത്തിന്റെ ശല്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വേപ്പെണ്ണ വളരെ വീര്യമേറിയതാണ്. ഇത് നേരിട്ട് ചർമ്മത്തിൽ പുരട്ടുന്നത് ചിലപ്പോൾ കടുത്ത എരിച്ചിലോ തടുപ്പോ ഉണ്ടാക്കിയേക്കാം. എപ്പോഴും വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ചേർത്ത് ലഘൂകരിച്ച് മാത്രം ഉപയോഗിക്കുക. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും വേപ്പെണ്ണയുടെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. വേപ്പെണ്ണ ബാഹ്യമായ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. ഇത് കുടിക്കുന്നത് വിഷബാധയ്ക്ക് കാരണമായേക്കാം. മുഖത്തോ ശരീരത്തിലോ പുരട്ടുന്നതിന് മുൻപ് കൈമുട്ടിന്റെ ഭാഗത്ത് പുരട്ടി അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക.